അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അന മദീനത്തുൽ ഇൽമി വ അലിയൻ ബാബുഹ. ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു ആ വിജ്ഞാനത്തിൻ്റെ ഗേറ്റാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളും ധാരാളം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കുക. അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും അത് പ്രയോജനപ്രദമാക്കുവാനും നാം ശ്രമിക്കുക, നാഫിയാക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ധാരാളം നാഫിയ ഇൽമിനെ നാം പ്രദാനം ചെയ്യുകയും മറ്റുള്ളവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈനി. രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനം നൽകിയിട്ടുണ്ട്. ആ ധനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുകയും ദുർബലരായ ആൾക്കാരെ സഹായിക്കുകയും യതീമീങ്ങളെ സംരക്ഷിക്കുകയും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും കാശ് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാവാൻ വേണ്ടി ദീനിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നതിനായിട്ടുള്ളതായ ഒരു പണക്കാരൻ. രണ്ടാമത്, ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി. ആ വിജ്ഞാനങ്ങളെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ഉപദേശിക്കുന്നതിന് വേണ്ടി രാവും പകലുമായി ആ വിജ്ഞാനങ്ങളെ പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. ഇങ്ങനത്തതായ ഒരു ആലിം ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.